വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കോച്ചിംഗ് സെന്റർ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ രംഗത്ത്. മുഴുവൻ പേർക്കും പ്ലേസ്മെന്റ്, ജോലി സ്ഥിരത, റീഫണ്ട് തുടങ്ങിയ അവകാശവാദങ്ങളൊന്നും നൽകാൻ പാടില്ല. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് മാർഗരേഖ തയ്യാറാക്കിയത്. കേന്ദ്ര സംസ്ഥാന പെൻഷൻകാർക്കായി ഒരു ജാഗ്രതാ നിർദ്ദേശം. പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട സമയമാണിത്. ഓരോ വർഷവും നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അവസാന തീയതി നവംബർ 30. ദുബായ് നഗരത്തിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ പുതിയ ഉപായം. വർക്ക് ഫ്രം ഹോം രീതി പ്രോത്സാഹിപ്പിക്കും. 20% പേർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ ഷെയ്ഖ് സായിദ് റോഡിലെ വാഹനത്തിരക്ക് 10% കുറയും. ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി ഒരാഴ്ചക്കകം കേടായതിന് ഇരട്ടി തുക നഷ്ടപരിഹാരം വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ. സ്കൂട്ടറിന് നിർമ്മാണ തകരാർ കണ്ടെത്തി. സ്കൂട്ടറിന്റെ വില 1,27,000 രൂപ. നഷ്ടപരിഹാരം 2,59,000. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗിയുടെ IPO കഴിഞ്ഞപ്പോൾ 500ഓളം വരുന്ന ജീവനക്കാർ ദശലക്ഷാധിപതികൾ. തൊഴിലാളികൾക്കുള്ള ഓഹരി ഉടമ പദ്ധതി പ്രകാരം ഷെയർ വാങ്ങിയവർക്കാണ് വില ഉയർന്നതിന്റെ നേട്ടം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.